ഹായ്, നമസ്കാരമുണ്ട്. ഞാനെൻ്റെ വീട്ടിലുള്ള ഒരു മാവ് പരിചയപ്പെടുത്താണ്. ഇതാണ് റെഡ് ഐവറി. ഇതിന് പല പേരുകളുണ്ട്. പിന്നെ നാച്ചിൻട്യാങ്, ചാങ്മായി എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന മാവാണ്. ഈ മാങ്ങ കണ്ടില്ലേ, എന്തൊരു വലിപ്പമാണ്. നമ്മളെ കൈ വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിൻ്റെ വലിപ്പം അറിയാം. ഇത് ഇനിയും വലുതാവാനുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു 1.5 മാസമായിട്ടുള്ളൂ. ഇനി ഏകദേശം ഒരു 1.5 മാസം കൂടെ കഴിയുമ്പോൾ അതിൻ്റെ പൂർണ്ണ വളർച്ചയിലേക്ക് എത്തും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പുതിയ വീഡിയോ, അതിൻ്റെ റിവ്യൂ നമുക്ക് ചെയ്യാം. കാരണം ഇന്ന് നമുക്ക് അറിയപ്പെടുന്ന മാങ്ങകളിൽ ഏറ്റവും നല്ലൊരു മാങ്ങയിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു മാങ്ങയാണ് റെഡ് ഐവറി. കണ്ടില്ലേ, ഇതൊരു ഗ്രോ ബാഗിലാണ് കാഴ്ചയിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ. മാത്രമല്ല ഇത് കണ്ടില്ലേ, നിറയെ ഇനി കായകളാണ് കേട്ടോ. ഇനി കായകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് പൂർണ്ണ ഒരു റെഡ് കളറിലേക്ക് വരും. അപ്പോഴാണ് അതിൻ്റെ ഭംഗി. മുകളിലൊക്കെ ഉണ്ട് കേട്ടോ, മുകളിലുള്ളൊരു മാങ്ങ ഏകദേശം ഒരു റെഡ് കളറിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് റെഡ് ഐവറി എന്ന് പറയുന്നത്. ഇതിന് ചാൻഡിങ്, നാച്ചിൻട്യാങ്, ചാങ്മായി അങ്ങനെയൊക്കെ പേര്. ഇത് ഇലയുടെ വലിപ്പം നോക്കൂ, ഭയങ്കര നീട്ടാണ്. കണ്ടില്ലേ, കണ്ടാ ഇതിൻ്റെ ഒരു വലിപ്പം നോക്കി. ഇത്രയും നമ്മളൊരു കൈയിൻ്റെ ഇത്രയും വലിപ്പമാണ് ഇതിൻ്റെ ഇലയുടെ നീട്ടം. അതുപോലെ തന്നെ മാങ്ങയാണെങ്കിലും നോക്കൂ, മാങ്ങയുടെ വലിപ്പം നോക്കൂ, നല്ല നീണ്ട്, പിന്നെ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പ്രത്യേക ഷേപ്പാണ്. നമ്മളെ ഒരു വാൾ പോലത്തെ ഒക്കെ രൂപത്തിലാണ് അതിൻ്റെ പടവാൾ പോലത്തെ. അതിന് ഇനി ഇത് വലുതാവും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. കാരണം ഇത്രയും നീട്ടുള്ള മാങ്ങ നമുക്ക് ഇവിടെ വേറെ ഒന്നുമില്ല. ഇവിടെ പല മാങ്ങകളുണ്ടെങ്കിലും വിദേശ മാങ്ങകളുണ്ടെങ്കിലും ഇതാണ് നമുക്ക് ഏറ്റവും നീട്ടം കൂടിയ മാങ്ങ. എന്നാൽ റെഡ് ഷെയ്ഡിലേക്ക് വരുന്നുണ്ടല്ലേ, നല്ല മനോഹരമായിരിക്കുന്ന മാവാണ്. അപ്പോൾ അതൊന്ന് പരിചയപ്പെടുത്തിയാണ്. നമുക്ക് ഇനി ഇതിൻ്റെ പഴുത്തതിന് ശേഷം ഇതിൻ്റെ ഒരു പുതിയ റിവ്യൂ നമുക്ക് കാണിക്കാം.